നമസ്കാരം. സൊർലിയ സ്കൂൾ ഓഫ് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത് ഫ്ലവേഴ്സ് ടിവിയിലെ ഇത് ഐറ്റം വേറെ എന്ന പരിപാടിയിലൂടെ പ്രശസ്തയായ ലക്ഷ്മിശ്രീ ഓമനക്കുട്ടനും പ്രശസ്ത ഗായിക അഞ്ജന രഞ്ജിത്തുമാണ്. ലക്ഷ്മിശ്രീ, എന്തോ അഞ്ജന ചേച്ചി, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഈ സൊർലിയ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെയും ഹൃദ്യമായ ഉത്രാടം ദിനാശംസകൾ. എല്ലാവർക്കും. പിന്നെ ഈ പ്രോഗ്രാമിന് വന്നാൽ നമ്മളും ഒരുപാട് ഹാപ്പിയാണ് അല്ലേ ചേച്ചി? ഞങ്ങളെയും ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓണവും ഉത്രാടവും ഒക്കെ ആഘോഷിച്ച് സന്തോഷമായിരിക്കുമ്പോഴും വയനാട് നടന്ന ദുരന്തം നമുക്കൊരിക്കലും മറക്കാനാവില്ലല്ലോ അല്ലേ? അപ്പോൾ ആ ദുരന്തബാധിതർക്കും അതുപോലെ ജപ്പാൻ ദുരന്തം, അതുപോലെ തുംഗഭദ്ര ദുരന്തം, അങ്ങനെ ഒരുപാട് ദുരന്തം ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ അതിജീവനത്തിൻ്റെ പാതയിലാണ് അല്ലേ അഞ്ജനേച്ചിയിലേക്ക്? അപ്പോൾ അവർക്ക് കൂടുതലും ഇനി മുന്നോട്ട് അവർക്ക് ജീവിതത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയട്ടെ. കാരണം കാലത്തിന് മായ്ക്കാനാവാത്ത മുറിവുകളൊന്നുമില്ലല്ലോ. വേദനകളാണെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു 4 വരി നമുക്ക് പാടിയാലോ? തീർച്ചയായും. ഓക്കെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഇന്ന് അതിഥികളായെത്തിയ ലക്ഷ്മിശ്രീയുടെയും അഞ്ജന ചേച്ചിയുടെയൊക്കെ ഓണവിശേഷങ്ങളൊക്കെ അറിയാൻ കുട്ടികൾക്കും പ്രേക്ഷകർക്കും ഒക്കെ താല്പര്യമുണ്ടാവും. എനിക്ക് ഇവരെക്കുറിച്ച് നന്നായിട്ട് അറിയാം, കാരണം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവും, നമുക്ക് അവരോട് ചോദിക്കാം. മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം കേട്ടോ. ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ള അഞ്ജന ടീച്ചറിനോടാ. ടീച്ചറിന് ഈ ഓണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന രസകരമായ ഒരു കുട്ടിക്കാലത്ത് ഓർമ്മ പറയാം. കുട്ടിക്കാലത്തെ ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ വീട് ആറന്മുളയാണ്. അപ്പോൾ എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞങ്ങൾക്ക് അവിടെ ആറന്മുള വള്ളംകളി, വള്ളസദ്യ, പിന്നെ നമ്മൾ കുഞ്ഞിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ അത്തപ്പൂക്കളമൊക്കെ ഈ പ്രായത്തിലൊക്കെ ഇടുമായിരുന്നു. അന്ന് വീട്ടിലെന്താ പറയുക, നമ്മൾ തലേദിവസവും പോവും പൂ പറിക്കാൻ പോയി. തുമ്പപ്പൂ, അരിപ്പൂ, അതൊക്കെ ഇപ്പോൾ കാണാനേ ഇല്ല. തുമ്പപ്പൂ അരിപ്പൂ ഒന്നും കാണാൻ, അരിപ്പൂ എന്ന് പറയുന്നത് തൊട്ടാവാടി പൂവിൻ്റെ വേറൊരു ഇതാണ് അരിപ്പൂ. അതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ട് അങ്ങ് പോകും, നിറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ട്. എന്നിട്ട് ചാണകം മെഴുകും മുറ്റത്ത്, ചരല് മാറ്റി ചാണകം മെഴുകിയിട്ട് പിന്നെ തുമ്പപ്പൂ ആദ്യം ഇടും. പിന്നെ അതിന് ചുറ്റും അരിപ്പൂവ്, തുളസിയില, അങ്ങനെ ഓരോരോ കളറിലുള്ള പൂക്കൾ. അങ്ങനെ 10 ദിവസം തിരുവോണം വരെ നമ്മൾ അത്തപ്പൂ ഇടും. പിന്നെ തിരുവോണത്തിന് എന്താ പറയുക, ഊഞ്ഞാൽ. കുറേ ബന്ധുക്കളുടെ വീടെല്ലാം ഒന്നിച്ചടുത്തായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ വലിയൊരു പ്ലാവോ മാവോ നോക്കി അവിടെ ഒരു ഊഞ്ഞാലിടും. എന്നിട്ട് എല്ലാവരും കൂടെ ഈ അടിയാവും ഊഞ്ഞാലാടാൻ. പിന്നെ ഓണസദ്യ, ഉപ്പേരി വറക്കാൻ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഓണത്തെ പഴയ രീതിയല്ലല്ലോ ഇപ്പോഴത്തെ ഓണമൊക്കെ എല്ലാം മോഡേൺ ആയിപ്പോയി ഇപ്പോഴത്തെ ഓണം. പിന്നെ വള്ളംകളി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തിരുവോണത്തിനേക്കാളിലും ആറന്മുള ദേശത്തുള്ളവർക്ക് ഉത്രട്ടാതിയാണ് അവിടുത്തെ ഓണം. അവിടെ വിരുന്നുകാരൊക്കെ വരുന്നത് ഉത്രട്ടാതിക്കാണ്. പിന്നെ ഉത്രട്ടാതിയൊക്കെ ആകുമ്പോൾ 11 മണിയാകുമ്പോഴേ നമ്മൾ സദ്യ ഉണ്ട്, എല്ലാവരും പോവും ആറന്മുള അമ്പലത്തിൽ വള്ളംകളി കാണാൻ. അതൊക്കെ ഒരു രസമായിരുന്നു, അന്നത്തെ ഒരു ഓർമ്മയാണ് അതൊക്കെ. ഇപ്പം പക്ഷേ അത്ര അങ്ങനെയൊന്നും ഇപ്പം ആരും വള്ളംകളി കാണാനും ഒന്നും, എല്ലാം ഇപ്പം TV യിലായി. അതൊക്കെയാണ് അന്നത്തെ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുന്നത്. എനിക്ക് ലക്ഷ്മി ടീച്ചറിനോടാണ് ചോദിക്കാനുള്ളത്. എന്താ കാർത്തി? ടീച്ചർ സെലിബ്രിറ്റീസിൻ്റെ കൂടെയൊക്കെ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നില്ലേ? അപ്പം തോനെയും ഓണ പ്രോഗ്രാംസ് എല്ലാം പാടിയിട്ടുള്ള പാട്ട് ഏതാ? ടീച്ചർ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന പാട്ട് ഏതാ? പാട്ടുകൾ ഞാൻ കൂടുതലും മലയാളം പാട്ടുകളൊക്കെയാണ് പാടുന്നത്, മെലഡീസാണ് പാടുന്നത്. പിന്നെ ഓണപ്പരിപാടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറേ പ്രോഗ്രാമിനൊക്കെ ഈ പാട്ട് പാടാറുണ്ട്. ഏതാണെന്നറിയാമോ? ആവണിത്തുമ്പി പോരു ആലിലക്കാവിൻ ചാരേ ആതിരപ്പൂൻ തിങ്കളിൻ യാമമായി. ഇതെൻ്റെ ഗുരുജി പ്രേംജി കെ ഭാസി സാർ കമ്പോസ് ചെയ്ത പാട്ടാണ്, അത് പാടാറുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഈ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ?
ഓണപ്പൂവേ ഓമൽ പൂവേ പൂങ്കൊതിയൻ വണ്ടിനു തേനും, അതൊക്കെ പാടാറുണ്ട്. പിന്നെ നിങ്ങൾക്കറിയില്ല അഞ്ജനേച്ചി മറ്റേ ഈ പാട്ട് ഉത്രാടപ്പൂ നിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. അതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാ അല്ലേ? അഞ്ജലി ടീച്ചറെ, എനിക്ക് ചോദിക്കാനുള്ള ടീച്ചറിനോടാ. ടീച്ചർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മൂവിയിൽ പാടിയിട്ടില്ലേ? അപ്പൊ അതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാവോ? പറയാം. അത് എൻ്റെ ലെച്ചൂസിൻ്റെയും സാറുണ്ട് കോഴിക്കോടുള്ള ഗിരീഷ് എന്ന് പറഞ്ഞിട്ട് സാറ്. അപ്പോൾ ഗിരീഷ് സാറിൻ്റെ ഒരു ആൽബത്തിന് വേണ്ടി ഞാൻ പാടിയതാണ്. അപ്പോൾ സാർ ഇപ്പം മ്യൂസിക് ചെയ്ത പുതിയ റീസൺ.1 എന്ന് പറയുന്ന മൂവിയിലേക്ക് വേണ്ടിയിട്ട് ആ പാട്ട് ഇപ്പോൾ എടുത്തതാണ്. അങ്ങനെ ഞാൻ ശരിക്കും ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പാടിയതല്ല, സാറിൻ്റെ ഒരു ആൽബത്തിന് വേണ്ടി പാടിയതാണ്. ടീച്ചറെ, എനിക്ക് ടീച്ചറിനോടാ ചോദിക്കാനുള്ളത്. എന്താ മോളെ? ഞങ്ങളെ കുറിച്ച് ടീച്ചറിന്റെ അഭിപ്രായം എന്താ? നിങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം പറയുക? നിങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കുട്ടികളല്ലേ കേട്ടോ ടീച്ചറെ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അവർ. ഏറ്റവും നല്ല മക്കളാണ്, ഏറ്റവും മിടുക്കരായ മക്കളാണ് എനിക്ക് പഠിപ്പിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ അവരെ കണ്ട്? ഇവരെ കുറച്ചാണ് ഞാനും എടുത്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. എനിക്കും വളരെ ഹാപ്പിയാണ്. നല്ല കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ തന്നെ എനിക്കറിയാം ഇവര് വളരെ നല്ല കുട്ടികളാണ്. അപ്പൊ ഈ നല്ല കുട്ടികളെ കൊണ്ട് നമുക്ക് നല്ല പാട്ട് പഠിപ്പിച്ചാലോ? പിന്നെന്താ? എന്നാ പിന്നെ ഒരു ഓണപ്പാട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ? അതെ, ഓക്കെ. നിങ്ങൾ റെഡിയല്ലേ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂകൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂകൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോരി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോരി. പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ടീച്ചറെ നമുക്ക് അന്താക്ഷരി കളിക്കാം. അയ്യോ, അന്താക്ഷരി കളിക്കാമല്ലോ. കളിക്കാട്ടാ. നമുക്ക് എന്നാ അന്താക്ഷരി ആയാലോ? പറഞ്ഞല്ലേ. റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. അപ്പൊ കുട്ടികളോട് പറയാല്ലേ അക്ഷരം പറയാനേ? അതെ അതെ അതെ, അവര് പറയട്ടെ. പറഞ്ഞോളൂ, നിങ്ങൾ എന്നെ ചോദിച്ചോളൂ. നിങ്ങൾക്ക് 3 ടീച്ചർമാർക്ക് അക്ഷരം ചോദിക്കാം കേട്ടോ. അഞ്ജലി ടീച്ചറെ, അക്ഷരം എ. ഏതോ വാർമോക്കിലിൻ കിനാവിലെ മുത്തായി നീ വന്നോ. ഏതോർമകളാൽ നിലാവിൻ മുത്തേ നീ വന്നോ. ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും എന്നിലെ തോർമകളാൽ നിലാവിൻ മുത്തേ നീ വന്നോ. ഞാൻ രേഖ ടീച്ചറിനോട് ചോദിക്കാം. ചോദിച്ചോ. അക്ഷരം ക. കായോ? കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ
കുളിക്കാൻ പനി നീർച്ചോല കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. രശ്മി ടീച്ചറെ അക്ഷരം ഞാ. എനിക്കാണോ ഞാൻ? ഓക്കെ. നീലാഞ്ജനപ്പൂവിൻ താലാട്ടുഞാലിൽ ദേവാരം നൽകുമി തങ്ക കൈനീട്ടം. ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമിൻ കണ്ണനോ പുണ്യമോ. ഓക്കെ, എന്നാ ഇനി നമുക്കൊരു അടിപൊളി പാട്ട് പാടിയാലോ? ഓക്കെ, അപ്പൊ റെഡി? 1 2 3 4. കേൾക്കണോ പ്രിയ കൂട്ടരെ അവർ കൊഞ്ചി പറഞ്ഞ കഥ, അവർ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവർ കൊഞ്ചി പറഞ്ഞ കഥ, അവർ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവർ കൊഞ്ചി പറഞ്ഞ കഥ, അവർ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവർ കൊഞ്ചി പറഞ്ഞ കഥ, അവർ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.